ഷർഷാദ്, എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഇതിനകത്തിപ്പം എന്തിനാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ഉള്ളത്, എന്തിനാണ് 5 വർഷം ഇത് പൂർത്തിവെച്ചെന്നുള്ളതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും വലിയൊരു സംഭവം ഇപ്പൊ 5 വർഷം, സത്യത്തിൽ 5 വർഷം സംരക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് 5 വർഷം കോൾഡ് സ്റ്റോറേജിൽ വെച്ചത്. അതെ, 5 വർഷം മുമ്പ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്റെ കുടുംബം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം ഞാൻ ഇത്ര വലിയൊരു റിപ്പോർട്ട് എനിക്ക് ആ സമയത്ത് പബ്ലിഷ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയെ ഈ ഇൻഡസ്ട്രി വിശ്വസിച്ചും കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് അന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കില്ലായിരുന്നു. എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ. പക്ഷെ വീണ്ടും ഞാൻ പറയാണ്, ഈ റിപ്പോർട്ട് ഇപ്പൊ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ മുകളിൽ ഈ മറച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിന്റെ ആൾക്കാർ തന്നെയാണ് ഇതിനകത്തുള്ള മെയിൻ പങ്കാളികളും. അവരുടെ പണങ്ങളും അവരുടെ മറ്റ് പല സൗകര്യങ്ങളുമാണ് ഈ മലയാള സിനിമാ മേഖലയിൽ കൂടി കയറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന് വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ വരെ സിനിമാ മേഖലയിൽ പണമിടപാട് നടത്തുന്നുണ്ടെങ്കിൽ എങ്ങനെ പിന്നെ കള്ളത്തരങ്ങൾ പുറത്തു വരൂ? ആരാണ് ഇപ്പം അതിൽ ഏറ്റവും വലിയ എന്റെ 2 പെറ്റീഷൻ 1.5-2 വർഷത്തോളായിട്ട് FIR ഇടാതെ കിടക്കുന്നത്? ഞാനത് ജില്ലാ പോലീസ് മേധാവിക്ക് കോപ്പി കൊടുത്തു, അവിടുന്ന് സംസ്ഥാനത്തെ DGPക്ക് കോപ്പി കൊടുത്തു. എന്നിട്ട് പോലും ഇന്നത്തെ ഡേറ്റ് വരെ ആ 2 പരാതികളും FIR ആയിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനുമായിട്ട് ആ പ്രതിക്കുള്ള ബന്ധം തന്നെ അല്ലേ ഷർഷാദെ? അതുകൊണ്ടാണ് അയാളെ സംരക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള സെക്രട്ടറി, നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, ആ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും പങ്കുണ്ട് പുള്ളിയായിട്ട്. അതും ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരാള് മാത്രമല്ല ഈ ഇദ്ദേഹത്തിനെ ഈ പറയുന്ന ഈ പുതുമുഖ നിർമ്മാതാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല. ഇന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന മകൻ അദ്ദേഹത്തിന്റെ മകനാണ്. അവനും ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോഴും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകന്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് എവിടുന്ന് നീതി കിട്ടും? 100% ഈ റിപ്പോർട്ടിന്റെ മേലിൽ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ മുമ്പ് മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഇത് മറ്റിപ്പം വടകരയിലുള്ള മറ്റു ഇഷ്യൂസും മറ്റു ലോക്കലായിട്ട് നടക്കുന്ന പല ഇഷ്യൂസും മറച്ചു വെക്കാൻ വേണ്ടി ഇപ്പം ഇതൊന്ന് പുറത്ത് വിട്ട് മറ്റുള്ളവർക്ക് പുകമറിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മാത്രമേ ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. മലയാള ചലച്ചിത്ര മേഖലയെ ഇനിയും അധോലോകം ഭരിക്കരുത്. ഇങ്ങനെയൊരു കമ്മിറ്റിയെ നിയോഗിച്ചതിന് പിന്നിൽ സർക്കാരിന് സതുദ്ദേശമുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണം. അതാണ് ഇനി റിപ്പോർട്ടിന്മേൽ അടിയന്തരമായി ചെയ്യേണ്ടത്. അതാണ് കേരളം ഉറ്റുനോക്കുന്നതും.